തോണികൾക്ക് ലക്ഷ്യമില്ല, തുഴയുന്നവൻ്റെ സങ്കല്പത്തിനേ പ്രാധാന്യമുള്ളൂ. നമ്മുടെ സങ്കല്പങ്ങൾ തന്നെയാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. ഒരിക്കൽ നേടുന്ന വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകുമെന്ന് കരുതാനാവില്ല. സന്തോഷമുള്ള മനസ്സ് നിങ്ങളെ വിജയം നേടാൻ പ്രാപ്തരാക്കും എന്നതിനാൽ സന്തോഷമുള്ളവരായിരിക്കുക. പോയ കാലത്തെ തിരികെ വാങ്ങാൻ മാത്രം ഭൂമിയിലാരും സമ്പന്നരല്ല. മോചനമില്ലാത്ത വിധമുള്ള ദുഃഖമോ ആനന്ദമോ മനുഷ്യജീവിതത്തിൽ ഇല്ല. 1000 പേർ കൂടെയുണ്ടായിട്ടും തനിച്ചായതുപോലെ തോന്നുന്നുവെങ്കിൽ അതിന് കാരണം അതിൽ ഒരാൾ പോലും നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. നാളെ എല്ലാം മാറുമെന്നത് വിശ്വാസമാണ്. എന്നാൽ മാറിയില്ലെങ്കിലും എന്തിനേയും നേരിടാൻ കഴിയുമെന്നതാണ് ആത്മവിശ്വാസം. നമുക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നതുമായ ചില മാറ്റങ്ങളായിരിക്കും പലപ്പോഴും നമുക്ക് നന്മയായി ഭവിക്കുന്നത്. ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ എന്തും ഏതും സാധ്യതകളാണ്. മറിച്ചായാൽ എവിടെയും തടസ്സങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വേദനിപ്പിച്ച മനുഷ്യരോട്, നമുക്ക് ഉപദ്രവം ചെയ്യുന്നവരോട് പ്രതികാരമോ വൈരാഗ്യമോ പാടില്ല. അത് നമ്മുടെ കർത്തവ്യമല്ല. അതിനുള്ള മറുപടി കാലം നൽകും. നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളുമൊന്നും ഒളിപ്പിച്ചു വെക്കരുത്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്, അഭിനയിക്കുകയല്ല. പിടിവാശിയും അഹംഭാവവും ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടിത്തരില്ല. പക്ഷേ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കാൻ മടിക്കാത്ത ആളുകളാണ് നല്ല വ്യക്തിത്വത്തിന് ഉടമകൾ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് ഭംഗം വരുത്തുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുകയോ അങ്ങനെയുള്ള സാഹചര്യത്തോടുള്ള നിങ്ങളുടെ ചിന്താഗതി മാറ്റുകയോ ചെയ്യുക. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്നവർക്കാണ് ഏത് സന്ദർഭത്തിലും മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കരുത്. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് സഹായകമാകുന്നത്. സഹായത്തിന് ആരുമില്ലെന്ന തോന്നലാണ് പ്രവർത്തിച്ചു തുടങ്ങുവാൻ നിങ്ങൾക്ക് പ്രചോദനമാകുന്നത്. സ്നേഹിക്കപ്പെടുക എന്നതിനേക്കാൾ കൂടുതൽ വിശ്വസിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ.